പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ഹൃദ്രോഗികളുടെ ദുരിതം തീർന്നില്ല. ആശുപത്രിയിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും കാർഡിയോളജി OP ഒരുക്കുമെന്ന DMOയുടെ ഉറപ്പ് നടപ്പായില്ല. കൂടുതൽ ഡോക്ടർമാരെ കാർഡിയോളജി വിഭാഗത്തിൽ നിയമിക്കാൻ കഴിയാത്തതാണ് തടസ്സം. താൽക്കാലികമായി ഡെപ്യൂട്ടേഷനിൽ ഡോക്ടർമാരെ എത്തിക്കാനുള്ള നടപടിയും ഫലിച്ചില്ല. അപ്രായോഗികമായ തീരുമാനമാണ് DMO സ്വീകരിച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ പറഞ്ഞു. പ്രതികരണം കേൾക്കാം. കാര്യത്തിൽ പ്രയാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്താ പ്രയാസം? ഈ പറഞ്ഞ പോലെ 3 പേരുണ്ടായിരുന്നിടത്ത് ആളുകളുടെ എണ്ണം ചുരുങ്ങി. ഇപ്പോൾ നിലവിൽ ഒരു ഡോക്ടറേ ഉള്ളൂ. സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. അത് സാധ്യമാവണമെന്നല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. എന്ന് വെച്ചാൽ അവിടെ ആൻജിയോഗ്രാം നടക്കണം അല്ലേ? ആൻജിയോഗ്രാം അവിടെ നടക്കണമല്ലോ. അപ്പോൾ ആൻജിയോഗ്രാം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒഫീഷ്യലി ലാബ് പ്രവർത്തിക്കണം. DMO അന്ന് എല്ലാ ദിവസവും OP ആക്കാമെന്നൊരു പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇത് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അത് സമീപകാലത്തൊന്നും യാഥാർത്ഥ്യമാവാൻ സാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഡോക്ടറെ ഉപയോഗിച്ചുകൊണ്ട് ആ ഡോക്ടർക്ക് അമിതമായി രോഗികളെ പരിശോധിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. രണ്ടാമത് ഓപ്പറേഷൻ പോലുള്ള അനുബന്ധ നടപടികൾ ആ ഡോക്ടർ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ഡോക്ടറെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിദിനം OP നടത്തുക എന്ന് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനമല്ല. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, പാലക്കാട് ദുരിതം തീരുന്നില്ലല്ലോ. ഉള്ള ഹൃദ്രോഗ വിദഗ്ധൻ കൂടി ഈ തിരക്ക് കാരണം അവിടെ നിന്ന് ഓടിപ്പോവോ? ആ അവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ. ഇക്ബാൽ, അരുൺ, അതായത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ കുറവ് റിപ്പോർട്ടർ TV ആണ് ആദ്യം പുറത്തുവിടുന്നത്. ഇതിന് പിന്നാലെ പാലക്കാട്ടെ യുവജന സംഘടനകൾ ഈ വിഷയത്തിൽ DMO ഓഫീസിലേക്ക് ഉപരോധം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പാലക്കാട് DMO ആയിട്ടുള്ള വിദ്യ KR ഈ വിഷയത്തിൽ ഒരു താത്കാലിക പരിഹാരം എന്ന രീതിയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ എല്ലാ ദിവസവും OP ആരംഭിക്കും എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. കൂടുതൽ ഡോക്ടർമാരെ ഈ മേഖലയിലേക്ക് എത്തിക്കും, അതുപോലെ തന്നെ ഡെപ്യൂട്ടേഷൻ ഉൾപ്പെടെ ഡോക്ടർമാരെ എത്തിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതായിരുന്നു DMOയുടെ വാക്ക് അല്ലെങ്കിൽ ഉറപ്പ്. പക്ഷേ ഇപ്പോൾ ഏകദേശം 1.5 ആഴ്ച കഴിയുന്നു. പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോഴും ഒരു ഡോക്ടറെ വെച്ച് മാത്രമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ കാർഡിയോളജി OP പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ രോഗികൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും OP നടത്തുക എന്നുള്ളത് ഡോക്ടർമാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. മാത്രമല്ല രോഗികൾ ഇപ്പോൾ കൃത്യമായി തന്നെ ചികിത്സ കിട്ടാത്ത അവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഇതിലൊരു ഇടപെടൽ നടത്താൻ പാലക്കാട് ജില്ലയിലെ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര ഇടപെടൽ തേടി ആരോഗ്യ വകുപ്പ് മന്ത്രിയെ സമീപിക്കുകയാണ് ജില്ലയിലെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രോഗികളും. അതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉൾപ്പെടെ DMO പറഞ്ഞിട്ടുള്ളത് ഒരു അപ്രായോഗികമായിട്ടുള്ള കാര്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ഡോക്ടർമാരെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. അതിനുവേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഉടൻ തന്നെ നേരിട്ട് സമീപിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോളും വ്യക്തമാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ വേണം. കാരണം അനേകായിരം ഹൃദ്രോഗികളാണ് പാലക്കാട് ചികിത്സ തേടി എത്തുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് ചികിത്സയുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളാണ് ഹൃദ്രോഗ വിഭാഗത്തിൽ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത്. വിവരങ്ങൾ നൽകിയത്. പാലക്കാടിന്റെ ഹൃദയത്തെ സർക്കാർ കാണാതെ പോകരുത്. പാലക്കാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിനും വിലയുണ്ട് സാർ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.